കൈപ്പത്തി തന്നെ കുത്തിക്കോണേ, അല്ലെങ്കിൽ താമര തന്നെ കുത്തിക്കോണെന്ന് പറഞ്ഞാൽ അതാ കുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് അയച്ച് ഉദ്യോഗസ്ഥരോടൊപ്പം വരുന്ന പ്രാദേശിക CPM നേതാക്കളായിരിക്കും. ഉദ്യോഗസ്ഥരെ അവർ വിലക്കെടുത്തിരിക്കുകയാണ്. NGO യൂണിയന്റെയും മറ്റുമൊക്കെ ഉദ്യോഗസ്ഥരായിരിക്കും വരുന്നത്. അവരെ കയ്യിലെടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് ഭീഷണി ഉണ്ടെങ്കിൽ അവർ മിണ്ടില്ല. പിന്നെ ചിലർ ഇതെല്ലാം കണ്ണടച്ച് എന്തോ ആയിപ്പോട്ടെ, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ട് ഫോം കൊടുക്കുന്നു, ഫില്ലപ്പ് ചെയ്യുന്നു, മടക്കിയെടുക്കുന്നു, കൊണ്ടിടുന്നു. ഇങ്ങനെ ഒരുപാട് വോട്ടുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം BJPയും കോൺഗ്രസും എല്ലാം പരാതി പറഞ്ഞു നടക്കുകയാണ്. 21 ഇലക്ഷൻ അങ്ങനെയായിരുന്നു, ഇത്തവണ അങ്ങനെ വരാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്കിപ്പോഴും വിശ്വാസമില്ല. കാരണം ചെയ്യാനുള്ളതൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ തന്നെ കണ്ടതല്ലേ വിജയങ്ങളുണ്ടായല്ലോ തുടർന്ന്. ഇപ്പോൾ തന്നെ 14 പേര് വിജയിച്ചു കഴിഞ്ഞില്ലേ ഏകപക്ഷീയമായിട്ട്. പിന്നെ ഒരിടത്ത് പൂട്ടി, മറ്റിടത്ത് പൂട്ടാൻ കഴിഞ്ഞില്ല വോട്ടർ പട്ടികയിലെ പേര് പറഞ്ഞ്. നമ്മുടെ മുട്ടട വാർഡിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് പൂട്ടാൻ കഴിഞ്ഞില്ല. മറ്റേത് കരട് വോട്ടർ പട്ടിക പോലും ഇല്ലാത്തതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മണ്ടന്മാരെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അത് തഴഞ്ഞു. അപ്പോൾ വോട്ടുകൾ എങ്ങനെ ക്രമീകരിക്കണം, അതെങ്ങനെ തടയണം, അത് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റണം എന്നൊക്കെയുള്ള തത്വങ്ങളും തിയറികളും ഒക്കെ പാർട്ടിക്ക് നിലവിൽ അറിയാം. അതാണ് അവരുടെ കോൺഫിഡൻസ്. പക്ഷെ അതിനെ കൂട്ടാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.